ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ നിരപരാധിത്വം രേവതി എല്ലാവർക്കും മുന്നിൽ തെളിയിച്ചിരിക്കുകയാണല്ലേ. വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഈ ഒരു സമയത്തിനിടയിൽ തന്നെ നമ്മുടെ സച്ചിയായി തന്നെ സുധിക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ സച്ചി ചെയ്തത് നല്ല കാര്യമാണെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ ശ്രുതിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവർ ഇതിനിടയിലും സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നൊക്കെ കേട്ടോ. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി പോകുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 വെഡിങ് ആനിവേഴ്സറി ഉണ്ടല്ലേ. ഒരെണ്ണം നമ്മുടെ സച്ചി രേവതി മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ചത്, ഓരോ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പിന്നീട് താലി കെട്ടിയത്. അതിനകത്ത് സച്ചിക്ക് ഏറ്റവും കൂടുതൽ പ്രിയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് രേവതിയെ എല്ലാ രീതിക്ക് സ്നേഹിച്ചുകൊണ്ട് തന്നെ രണ്ടാമത് താലി കെട്ടി. ആ ഒരു താലികെട്ടാണ് സച്ചി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. എന്നാൽ ചടങ്ങനുസരിച്ച് ഇവർ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ആദ്യം താലി കെട്ടിയ കാര്യം തന്നെയാണല്ലേ. അങ്ങനെ ഇവർ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് രവി തീരുമാനിക്കുന്നുണ്ട്. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അച്ചമ്മയൊക്കെ അങ്ങോട്ടേക്കായിട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അച്ചമ്മ മാത്രമല്ല ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലക്ഷ്മി വരുന്ന സമയത്ത് എന്നത്തെ പോലെ തന്നെ ചന്ദ്ര വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ലക്ഷ്മിയോട് പെരുമാറുന്നത്. ഇത് കൂടാതെ ലക്ഷ്മി അറിയാതെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ പറ്റി തിരക്കുന്നുണ്ട്. ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് എത്രയും വേഗം വരുന്നതായിരിക്കും. ഒരു അമ്പലത്തിൽ ചെന്ന് വഴിപാടൊക്കെ കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതിയെ തന്നെ രൂക്ഷമായി നോക്കുകയാണ് ചന്ദ്രയെ ശ്രുതിയും കൂടി. കാരണം ഈ വീട്ടിൽ രഹസ്യങ്ങളെല്ലാവരും തന്നെ നീ നിന്റെ അമ്മയോട് പോയി പറഞ്ഞു കൊടുക്കുകയാണല്ലോ എന്ന രീതിക്കാണ് ഇവർ നോക്കുന്നത്. അത് മനസ്സിലാക്കി ഉടനെ തന്നെ ലക്ഷ്മി തന്റെ മകളുടെ ജീവിതം സേഫ് ആക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഇവരോട് ക്ഷമയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നതിന് തൊട്ട് മുന്നേ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അത് പ്രകാരം മേടിച്ചിരിക്കുന്ന ആ ഡ്രസ്സ് ഇവരുടെ കൈകളിലേക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നു കേട്ടോ, എന്തോ വലിയ കാര്യം കൊണ്ടുവന്ന പോലെയാണ്, ഒരു 19 പവൻ അരിക്കലെ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിനെ കളിയാക്കുന്നതൊക്കെ ഉണ്ട്. ചന്ദ്രയുടെ വാക്കുകൾ വേദനിക്കുന്നുണ്ടെങ്കിലും എന്നത്തെ പോലെ തന്നെ കേട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇവർ പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി പോവാൻ കേട്ടോ. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി വരുന്ന സമയത്ത് രണ്ടുപേരും ലക്ഷ്മി മേടിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടാണ് രവിയുടെയും അച്ഛമ്മയുടെയും ചന്ദ്രയുടെ ഒക്കെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നത്. പിന്നീട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയം, അതായത് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ രേവതിയുടെ വീട്ടിലേക്ക് ഒരു ക്ഷണം ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമ്മുടെ സച്ചി മടിച്ചു നിൽക്കുകയാണ്, കാരണം അവിടെ ശരത്തുണ്ടല്ലോ. എന്നിരുന്നാലും രവിയുടെ ഒക്കെ നിർബന്ധ പ്രകാരം സച്ചി ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് സച്ചിന് അയൽവക്കക്കാരൊക്കെ ഓടി വന്നിട്ട് പറയുന്നത്, സച്ചി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, രേവതിക്ക് വേണ്ടിയിട്ട് രേവതിയുടെ പൂക്കട നഷ്ടപ്പെട്ടു പോയ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനോട് വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഇവർ പെരുമാറുന്നത്. വീട്ടിലേക്ക് കയറി ചെന്ന ഉടനെ തന്നെ രേവതിക്കും സച്ചിക്കും പായസമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ദേവു വന്നിട്ട് പറയുകയാണ്, എന്തായാലും സച്ചിന് ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, ശരത്തിന് നല്ല സെലക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് സച്ചി ഒന്ന് രേവതിയെ നോക്കാട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് അവൻ മേടിച്ചെന്ന ഡ്രസ്സാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. വേഗം തന്നെ ലക്ഷ്മി പറയുകയാണ്, അതേ മോനെ ഇത് ശരത്ത് മേടിച്ചതെന്നാണ്, അവൻ ഈ ഒരു ഡ്രസ്സ് സച്ചിയേട്ടന് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞ് മേടിച്ച് തന്നതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി വേഗം ഇരുന്നോടത്തിന് എഴുന്നേക്കുവാൻ കേട്ടോ. മാത്രമല്ല അങ്ങോട്ടേക്ക് ശരത്തും ഈ സമയത്ത് കടന്നു വരുന്നുണ്ട്. ഇതും കൂടെ കാണുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം കൂടി വരേണ്ട. കാരണം ശരത്തിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു പണം എന്ന് പറഞ്ഞാൽ ആന്റണിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു പണമായിരിക്കുമല്ലോ. അത് പാവപ്പെട്ടവരെ കണ്ണീരിന്റെ വിലയായിരിക്കുമെന്ന് നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടി രേവതിയുടെ വീട്ടുകാർ മേടിച്ചു തന്ന ആ ഒരു ഡ്രസ്സ് അവിടെ തന്നെ ഊരിയിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചേർന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.